നമുക്കൊപ്പം എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ എ.കെ.എം. അഷ്റഫ്. സത്യഗ്രഹം തുടങ്ങാൻ പോവുകയാണല്ലേ? ഗുഡ് ഈവനിംഗ്. അതെ. എങ്ങനെയായിരിക്കും പ്രതിഷേധം? രണ്ടുപേരും കൂടി നാളെ തൊട്ട് സത്യഗ്രഹം ഇരിക്കുന്ന രീതിയിലാണോ? എങ്ങനെയാണ്? എത്ര ദിവസത്തേക്കാണ്? ഈ പ്രതിഷേധം കൊണ്ട് ഫലമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ സർക്കാരിന്റെ ഇന്നത്തെ സമീപനം കണ്ടിട്ട്? തീർച്ചയായും ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കേരളം മുഴുവനും ഇത്രമാത്രം കസ്റ്റഡി മർദ്ദനം നടന്ന ഒരു കാലയളവിൽ ആ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് റോജി എം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം, നമുക്ക് സാധാരണയായി അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. ആ സമയത്ത് തന്നെ ഒരു വാക്കൗട്ടോട് കൂടി അവസാനിക്കുന്നതാണ് നിയമസഭയിലെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ. ഇന്ന് അങ്ങനെയല്ല. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് അനുവദിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച തുടങ്ങി. ഞങ്ങളുടെ നിരയിൽ നിന്നും ഭരണപക്ഷ അംഗങ്ങളിൽ നിന്നൊക്കെ കൃത്യമായി കേരളത്തിലെ നിലവിലെ കേവലം ഒരു നമ്മുടെ സുജിത്ത് കുന്നംകുളം പോലീസ് അധികൃത മർദ്ദനം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു. അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന നാള് തൊട്ട് ഇതിന്റെ വിഷ്വലായി പുറത്തു വന്ന ദിവസം തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളത്. മുഖ്യമന്ത്രി കുറേ ചരിത്രമൊക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു എന്നല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്നത്തെ മറുപടി പ്രസംഗം ഉണ്ടായത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് വീണ്ടും എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒറ്റ ചോദ്യം: ഈ സംഭവത്തിൽ ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമോ എന്ന് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി കൃത്യമായൊരു മറുപടി നൽകിയില്ല. ഉടനെ പ്രതിപക്ഷ നേതാവ് സഭയിൽ തന്നെ പ്രഖ്യാപിച്ചു, സനീഷ് കുമാറും മഞ്ചേശ്വരം എന്നുള്ള നിലയ്ക്ക് എന്നെയും 2 പേര് അനിശ്ചിതകാല സമരം. ഓൾറെഡി അപ്പൊ തന്നെ ഞങ്ങൾ സഭയിൽ നിന്ന് പുറത്തു വന്ന് പ്രതിഷേധിച്ച് സഭാ കവാടത്തിൽ ഞങ്ങളുടെ സമരം അനിശ്ചിതകാലത്തേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും സർവീസിൽ നിന്ന് ഇവരെ പിരിച്ചുവിടുന്നത് വരെ അതിശക്തമായ പ്രതിഷേധം UDFന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാരിന് അവരെ പിരിച്ചുവിടേണ്ട വരും. ഓക്കെ, വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ എ.കെ.എം. അഷ്റഫ് മഞ്ചേശ്വരം എം.എൽ.എ. പ്രതികരിച്ചതിന്. അവർ സമരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സമരം കണ്ട് ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമോ? അതാണ് അറിയേണ്ടത്.